ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 4-5 കഷ്ണം ബീഫ് എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസ് കനം കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൊടുക്കുക. ഇപ്പോൾ ഏകദേശം മിക്ക ആളുകളുടെ വീട്ടിലും ബീഫ് കാണും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബീഫ് നല്ല വൃത്തിയായി കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ബീഫിൽ തന്നെ വെള്ളം ഉണ്ടാവും. ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മസാലകളൊക്കെ നമ്മൾ ഇറച്ചിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ശരിക്കും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നിന്നും ഓരോ കഷ്ണം ബീഫിൻ്റെ കഷ്ണം എടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. അതിനുശേഷം കുക്കറിലേക്ക് ഒരു ലേശം വെള്ളം വെച്ചെടുക്കാം കേട്ടോ. കൂടുതലൊന്നും ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം വെച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് അടച്ചിട്ട് നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന ആ ഒരു വേവിന് ഇത് വേവിച്ചെടുക്കാം. ഞാൻ സാധാരണ ഒരു 8 വിസിലാണ് ബീഫിന് വിസിലടിക്കാറുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തണുത്തതിന് ശേഷം ബീഫിൻ്റെ ഓരോ കഷ്ണം എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് നീളത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു രീതിക്കാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ചെറിയൊരു ചൂടുണ്ട് ബീഫിന്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ബീഫ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. അല്ലെങ്കിൽ ബീഫ് ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കണം. അല്ലാണ്ട് ഈ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിക്കാണ് ഞാനിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാത്രം എടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറ്റൽമുളക് പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് വിനാഗിരിയാണ്. ലേശം വിനെഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലേശം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി വിനാഗിരി ഇല്ലെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, അത് ലേശം ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായി കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. കുറച്ചൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫിൻ്റെ ഓരോ കഷ്ണം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ബീഫ് മൊത്തത്തിൽ അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തത്. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂടുതൽ പാടില്ല. വെള്ളം കൂടുതലല്ല ആയാൽ പണി കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുഴച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ഓയിലൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസ് ബീഫ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കാം.
ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ വേവൊന്നും ഉണ്ടാവില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. കാരണം നമ്മൾ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കോരി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇട്ടെടുത്തതിന് ശേഷം അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടെടുത്ത് ശരിക്കും നല്ല പെർഫെക്റ്റായിട്ട് ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ഓയിലിൽ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളകൊക്കെ എടുത്തിട്ട് ഒന്ന് ഫ്രൈ എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.